നമ്മുടെ വീട്ടിലോട്ടൊരു മയിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റാറ്റസ് ഇടും, എൻ്റെ വീട്ടിൽ മയിൽ വന്നേ, എൻ്റെ വീട്ടിൽ മയിൽ വന്നേ എന്ന് പറഞ്ഞ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാന്യതയുള്ള ഒരു പക്ഷിയാണ് അല്ലേ. പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാന്യത കൽപ്പിക്കുന്ന ഒരു പക്ഷി കൂടിയാണ് മയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരുന്നത് വളരെ നല്ലതാണ്, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. നമസ്തേ, രുദ്രധാര. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് മയിലുകൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത, എന്താണ് നിമിത്തശാസ്ത്രം പറയുന്നത്. അതിന് മുന്നോടിയായിട്ട് ശാസ്ത്രവും നിമിത്തവും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മയിലുകൾ എപ്പോഴാണ് കാടിറങ്ങുന്നത്? അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കകത്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ്, മാറ്റമുണ്ടാകുമ്പോഴാണ് മയിലുകൾ കാടിറങ്ങുന്നത്. മനുഷ്യന്റെ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഒരു പരിധി വരെ അതിന് കാരണമാവുന്നുണ്ട് അല്ലേ. നമുക്കറിയാം, ഇത് കൂടുതലും കുറ്റിക്കാട്ടിലും പാറക്കെട്ടിലും ഒക്കെയാണ് ഇത് താമസിക്കുന്നത്. അപ്പോൾ ഈ മയിലുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഇത് കാടിറങ്ങി വരുന്നു. വരൾച്ചയെ സൂചിപ്പിക്കുന്നുണ്ട്, അതുപോലെ വെള്ളപ്പൊക്കത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്, നാച്ചുറൽ കലാമിറ്റീസിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇതിന്റെ വരവെന്ന് പറയുന്നത്. ഇര തേടി നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നു, നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നിമിത്തത്തിൽ എന്താണ് പറയുന്നത്? എല്ലാവരും നല്ലതാണ് പറയുന്നത്. കാരണം വളരെയധികം മാന്യതയുള്ള പക്ഷിയാണ് മയില്. മയിലിൻ്റെ പുരാണവുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്നത് നമ്മുടെ മുരുകനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. കാരണം മുരുകന്റെ വാഹനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ ഈ മാന്യത കൊടുത്തിരിക്കുന്നത്. ശരിക്കും അല്ല, അങ്ങനെ അല്ല ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ആ പുരാണത്തിലെ ജസ്റ്റ് എന്താ പറയുന്നതെന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും രാക്ഷസ രാജാവായ രാവണൻ ഒരിക്കൽ വൈശ്രവണനെ, ജ്യേഷ്ഠനെ തോൽപ്പിച്ച് യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് പുഷ്പകവും കൊണ്ട് വരുന്നു. പുഷ്പവിമാനം അറിയില്ലേ? അതും കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു യാഗം നടക്കുന്ന കാണും. ഈ യാഗം നടത്തുന്നത് മരുത്തമൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവാണ് യാഗം. അപ്പോൾ ഈ യാഗത്തിൽ അതിൻ്റെ ഒരു ഹവിർ വിഭാഗം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ദ്രാദി ദേവന്മാരെല്ലാം അവിടെ ഉണ്ട്. എല്ലാ ദേവന്മാരും അവിടെ ഉണ്ട്, ഇന്ദ്രനും ഉണ്ട്. ഈ സമയത്താണ് അതുവഴി ആര് പോകുന്നത്? നമ്മുടെ പുഷ്പകത്തിനകത്ത് രാവണൻ ഇങ്ങനെ പോകുന്നത്. പെട്ടെന്ന് രാവണൻ അവിടെ വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് പറയും, ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കും. ഇപ്പോൾ പറയും, ഇവിടെ ഒരു യാഗം നടക്കുകയാണ്. ശരി, ഞാൻ വരുന്നത് എൻ്റെ ജ്യേഷ്ഠനെ പരാജയപ്പെടുത്തി പുഷ്പകം സ്വന്തമാക്കിയിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് നിന്നെയും തോൽപ്പിക്കണം. അപ്പോൾ നമ്മുടെ മരുത്തം പറയും, ഇപ്പം സമയമില്ല, കാരണം ഞാനിപ്പോൾ വ്രതശുദ്ധിയിലാണ്, ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പാടില്ല. അന്നേരം രാവണൻ പറയും, യുദ്ധം നീ ചെയ്തില്ലെങ്കിൽ ഞാൻ വിജയിച്ചതായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അപ്പോൾ മരുത്തം പറയും, യാഗം തീരുന്നവരൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്കൊരു കൈ നോക്കാം എന്ന് പറയും. നീ രാക്ഷസ രാജാവല്ലേ, ഒരു കൈ നോക്കാമെന്ന് മരുത്തമൻ പറയും. ഇത് കേൾക്കുന്ന ഇന്ദ്രനും മറ്റ് ദേവന്മാർക്ക് മനസ്സിലായി, യാഗം കഴിയുമ്പോൾ നല്ല അടി നടക്കും അല്ലേ. നല്ല കീറ് കിട്ടുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ചെറിയൊരു പേടി വന്നിട്ട് പുള്ളി എന്ത് ചെയ്തു? എല്ലാവരുടെ പറഞ്ഞു, എല്ലാവരും വേഷം മാറുക. അങ്ങനെ എല്ലാവരും ഓരോ പക്ഷികളുടെ വേഷം എടുത്തു. അതിന് യമധർമ്മൻ, അതിനകത്ത് യമൻ കാക്കയുടെ വേഷം എടുത്തു. മയിലിൻ്റെ വേഷം എടുത്തത് ഇന്ദ്രനാണ്. അപ്പോൾ എല്ലാവരും വേഷം ഒക്കെ മാറി നിന്നു, ആളെ കണ്ടുപിടിക്കാതിരിക്കാൻ. അടി കൊള്ളാൻ വയ്യ, അത് തന്നെ. പക്ഷെ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ നമ്മുടെ രാക്ഷസ രാജാവിന് ടൈമില്ല. അതുകൊണ്ട് രാക്ഷസ രാജാവ് പറഞ്ഞു, എനിക്ക് ഈ പറഞ്ഞ യാഗത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല, അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഞാൻ വിജയിച്ചതായി ഞാൻ സ്വയം പ്രഖ്യാപിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പുഷ്പകത്തിൽ കയറി പറഞ്ഞു. മരുത്തമനെ തോൽപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും അടി നടന്നില്ല, അത് വലിയ ഭാഗ്യമായി. എല്ലാവരും സ്വന്തം വേഷത്തിലേക്ക് തിരിച്ചു വന്നു. എന്തായാലും അടി പ്രതീക്ഷിച്ചിരുന്നേ, പക്ഷെ നടന്നില്ല, അതുകൊണ്ട് എല്ലാവരും സ്വന്തം വേഷത്തിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ മയിലായിട്ട് മാറി. ഇന്ദ്രൻ എന്താണ് മയിലായിട്ട് മാറി, ആ മയിൽ ഇന്ദ്രനായിട്ട് മാറി. അങ്ങനെ മാറിയപ്പോൾ ഏറ്റവും ഭംഗി, ഈ പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗി മയിലിനായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ എന്ന് പറയുന്നത് ദേവന്മാരുടെ ദേവനാണ്. അപ്പോൾ ഇന്ദ്രനെ സംബന്ധിച്ച് സഹസ്രാക്ഷ എന്ന് പറയാറുണ്ട്. സഹസ്രാക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കണ്ണുള്ളവൻ, അങ്ങനെ അർത്ഥം. അങ്ങനെ മയിലിനെ ഇന്ദ്രനുമായിട്ട് സംയോജിപ്പിച്ചാണ് മയിൽപീലിക്കകത്ത് 1000 കണ്ണുകൾ വരാൻ കാരണമായത് എന്ന് പറയപ്പെടുന്നുണ്ട്.
അതുപോലെ തന്നെ മഴ അറിയാലോ, ഇടിമിന്നലും മഴയും ഇതൊക്കെ ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മഴ പെയ്യുന്ന സമയത്ത്, അതായത് ഞാൻ മഴ പെയ്യിക്കുന്ന സമയത്ത് നീ നിന്റെ പീലി വിടർത്തി ലോക ജനതയെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞു. ആ സമയമാണ് മയിലിന്റെ പ്രജനന കാലഘട്ടം എന്ന് പറയുന്നത്. അല്ലെ, ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പീലി വിടർത്തുന്നത് എന്നുകൂടിയുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ മയിലിന്റെ കഥ എന്ന് പറയുന്നത്. അങ്ങനെ മയിലിന് ഭയങ്കര മാന്യത കിട്ടി പുരാണത്തില്. ഇനി മയിൽ കാടിറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി വീട്ടിലേക്ക് വന്നാൽ എന്താണ് നിമിത്തം പറയുന്നത്? എല്ലാവരും പറയുന്നത് വളരെ ഗംഭീരമാണ്, സൂപ്പറാണ്, അടിപൊളിയാണ് എന്നൊക്കെയാണ്. പൊന്നു മക്കളെ അല്ല. നിമിത്തം പറയുന്നത് മയില് കാടിറങ്ങാൻ പാടില്ല. പ്രകൃതിയുടെ, അതായത് whenever the system in equilibrium is disturbed, the system will adjust itself in such a way that the effect of the disturbances will be nullified by the divine power. ഡിവൈൻ പവർ എന്ന് വേണേൽ നമുക്ക് വിളിക്കാം. ആ ഒരു ഡിവൈൻ പവർ അതിനകത്ത്, അതായത് എപ്പോഴാണോ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത്, ആ സന്തുലിതാവസ്ഥ പഴയപടിയാക്കാൻ ഒരു പ്രപഞ്ചശക്തി ഉണ്ടാവും. അതിനെ നമ്മൾ പല പേരിൽ വിളിക്കുന്നു ഈശ്വരൻ. അപ്പം നമ്മുടെ ഇടപെടൽ കൊണ്ട് തന്നെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. ആ സമയത്ത് ചില സൂചനയുമായിട്ടാണ് മയിലുകൾ ഇവിടേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വീട്ടിൽ മയിൽ വന്നേ, എൻ്റെ വീട്ടിൽ മയിൽ വന്നേ, എൻ്റെ വീട്ടിൽ മയിൽ വന്നേ. മയിൽ വരുന്ന എന്തിനാണെന്നറിയുമ്പോൾ ദാരിദ്ര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പൊന്നു മക്കളെ, അവിടെ തുടങ്ങും പണി. 1, കലഹം, അടിപിടി വീട്ടിൽ. 2, ധാന്യത്തിന് മുട്ടുണ്ടാവുക, വരുമാന സ്രോതസ് നിലയ്ക്കുക. ഇത്തരത്തിലുള്ള കലാപരിപാടികൾ വരാൻ പോകുന്നു എന്ന സൂചനയാണ് മയിലിന്റെ കാടിറക്കമെന്ന് നിമിത്തത്തിൽ പറയുന്നു. ഇത് നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് നല്ലത് വല്ല ലോട്ടറി അടിച്ചു കാണും. അല്ലാതെ മയിൽ വരുന്നത് അത്ര നല്ലതല്ല. മയിലിന് ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിനും ഓരോ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അല്ലേ, ഇരിക്കേണ്ടിടത്തിരുന്നാൽ എല്ലാവരും സുഖമായി ഇരിക്കുമെന്ന് ഗരുഡൻ പാമ്പിനോട് പറഞ്ഞ കഥ. അപ്പോൾ അവര് കാടിറങ്ങി വരുന്നത് അത്ര നല്ലതല്ല എന്ന് ഞാൻ ഇതിനോടകം സൂചിപ്പിക്കുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? ദുഃഖം, വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവുക, ജോലി നഷ്ടപ്പെടുക, വരുമാനം നിലയ്ക്കുക, രോഗങ്ങൾ ഉണ്ടാവുക, ധാന്യങ്ങൾ ഇല്ലാതെയാവുക. ഇത്രയും സൂചന നൽകാനായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. എന്താ പ്രതിവിധി? എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലായി എന്തോ പണി വരാൻ പോകുന്നു. അപ്പൊ എന്താ നമ്മൾ പ്രതിവിധി ചെയ്യേണ്ടത്? 1, എല്ലാത്തിനും ഒരു മുൻകരുതൽ എടുക്കുക. എന്താണ് വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ്, അതിനു മുമ്പ് എന്ത് ചെയ്യുക? കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുക. ഒരു മുൻകരുതൽ എപ്പോഴും എടുക്കുക. 2, വരുന്ന മയിലിനെ നിങ്ങൾ യാതൊരു കാരണവശാലും അതിനെ ആട്ടി ഓടിക്കാനൊന്നും നിൽക്കരുത്. എന്തായാലും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക എന്ന് കരുതി പിടിക്കാൻ നിൽക്കരുത്, കേസ് മാറും. അറിയാമല്ലോ, കൂടുതൽ പറയേണ്ട കാര്യമില്ല. വഴിയിൽ ഒരു മയിൽ ചത്ത് കിടന്നാൽ എടുത്ത് കുഴിച്ചിട്ടാൽ പോലും അകത്താവും. അപ്പോൾ അതുകൊണ്ട് തൊടാൻ പോകരുത്. അങ്ങനത്തെ നിയമമാണ് ഇവിടുത്തെ നിയമം. ഒരു കാരണവശാലും ഈ സാധനത്തിനെ പിടിക്കാനോ തൊടാനോ നിൽക്കരുത്. അടുത്തത്, മയിൽപ്പീലി നമ്മൾ വീട്ടിൽ കൊണ്ടുവെക്കാറുണ്ടല്ലേ. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മയിൽപ്പീലി ഒരു കാരണവശാലും പൂജാമുറിയിൽ വയ്ക്കരുത്. ചില ജ്യോത്സ്യന്മാരൊക്കെ ജ്യോത്സ്യം നോക്കുന്നിടത്ത് വരെ മയിൽപ്പീലി വെച്ചേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പൂജാമുറി വെച്ചേക്കുന്നുണ്ട്. വെക്കരുത്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ഏതെങ്കിലും ക്ഷേത്രത്തിൽ നേർച്ചയായി മയിൽപ്പീലി എടുക്കുമോ? ഗുരുവായൂർ ഇതും പിടിച്ചുകൊണ്ട് കയറി പോകുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതകത്തെടുക്കുമോ? ഇല്ല, എടുക്കില്ല. മയിൽപ്പീലി നേർച്ചയായിട്ട് എടുക്കാൻ പാടില്ല. ഒരു പക്ഷിയുടെ തൂവൽ മാത്രമാണത്. ഇനി ഇത് വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നല്ലതുണ്ടോ? ഇതിനകത്തൊരു പോസിറ്റീവ് വശമുണ്ട് ഈ മയിൽപ്പീലിക്കകത്ത്. അതായത് ഈ പുരാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പോസിറ്റീവ്. മയിൽപ്പീലി കൃഷ്ണനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ആ കഥ അറിയാം. ത്രേതായുഗത്തിലെ കഥയാണ്. ദ്വാപര യുഗത്തിൽ ശ്രീരാമൻ പറഞ്ഞു, ഒരു മയില് സഹായിച്ചു അല്ലെ, ജലം തേടി പോയപ്പോൾ സഹായിച്ചു. അവസാനം ആ മയില് എന്ത് ചെയ്തു? ചത്തുപോയി. അങ്ങനെ ആ മയിൽപ്പീലി കണ്ടാണ് ആ ജലാശയം തിരക്കി എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശ്രീരാമൻ പോകുന്നത്. അങ്ങനെ ആ മയിലിന് എന്താണ്, അടുത്ത ത്രേതായുഗത്തിൽ കഴിഞ്ഞ് ദ്വാപര യുഗത്തിൽ എത്തുമ്പോൾ നിന്നെ ഞാൻ എൻ്റെ ശിരസിൽ ചൂടും എന്ന് പറഞ്ഞിട്ടാണ് മയിൽപ്പീലിയും കൊണ്ട് കൃഷ്ണൻ നടക്കുന്നത്. അങ്ങനെ ഒരു കഥയും കൂടെ ഉണ്ട് ഇതിനെ പറയും. പക്ഷേ ഇത് നമ്മൾ ഈ മയിൽപ്പീലി വെക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് പൂജാമുറിയിൽ വെക്കാൻ പാടില്ല. കിടപ്പ് മുറിയിൽ വെക്കാം കേട്ടോ. കിടപ്പ് മുറിയിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ വീടിന്റെ തെക്ക് ഭാഗത്തും വെക്കാം. വീടിന്റെ തെക്ക് ഭാഗത്തും കിടപ്പ് മുറിയിലും ഈ പറയുന്ന മയിൽപ്പീലി വെക്കുന്നത് നല്ലതാണ്. അല്ലാതെ നിങ്ങൾ വേറെ ഒരു ഭാഗത്തും ഇത് കൊണ്ട് വെക്കരുത്. അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ നേർച്ച കൊടുക്കാൻ, മയിൽപ്പീലി നേർച്ച കൊടുക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ മനുഷ്യരങ്ങ്
സൃഷ്ടിച്ചതാണ്. കുണ്ടി എന്നാലും കൊടിമരത്തിന്റെ ചൂട്ടി വെക്കാനേ പറ്റൂ, അകത്ത് കയറ്റാൻ പറ്റില്ല. പിന്നെ ഇത് കച്ചവടമായിട്ട് മാറി. അത് നമുക്ക് ഈ പുരാണോ കഥയോ ഒന്നും അറിയില്ല. ആരെങ്കിലും എന്താ പറയുക, ഞാനൊരു മരത്തിന്റെ മൂട്ടിൽ ചെന്ന് ഒരു പട്ട് കെട്ടിയിട്ട് അവിടെ ഞാൻ 1 രൂപ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വരുന്ന 10 പേരും എന്ത് ചെയ്യും, അവിടെ പൈസ ഇടും. ഇത് നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകതയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ അല്ലേ? ജനങ്ങളെ ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ഭക്തിയാണ് എന്നല്ലേ പറയുക? ഭക്തി തന്നെ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ജനങ്ങൾ പറ്റിക്കാൻ എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അതെന്ത് ചെയ്യും, മുതലെടുക്കുന്നവരുടെ ഇഷ്ടം പോലെ ഉണ്ട് താനും, ഇഷ്ടം പോലെ. അപ്പോൾ അതിനകത്തൊക്കെ ഒരു മാറ്റം വരണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വിശ്വാസങ്ങളിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകണം അല്ലെ? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനുണ്ട് ഇനിയും. എങ്കിലും മനുഷ്യൻ എന്താണ്, അന്ധവിശ്വാസത്തിലോട്ടൊക്കെ ഒരുപാട് പോകാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഇതിനകത്ത് പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസമൊന്നുമല്ല, നിമിത്തവും ശാസ്ത്രവും മറ്റു കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്ന. പണ്ട് വിവരമുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ എല്ലാവരെയും അന്ധവിശ്വാസിയാക്കി മാറ്റാനോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. എപ്പോഴും ഞാൻ പറയുന്നതിനകത്ത് ചെറിയൊരു ലോജിക്കെങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇത് ആർക്കും ചിലവുള്ള കാര്യമൊന്നും അല്ലല്ലോ, ആരുടെ ഒന്നും നഷ്ടപ്പെടുന്ന കാര്യമൊന്നും അല്ലല്ലോ, ആർക്കും ദോഷം വരുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് ഇത്രയും പറഞ്ഞു വരുമ്പോൾ മയിൽപീലി വെക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു അല്ലെ? വീടിന്റെ തെക്ക് ഭാഗത്ത് നിങ്ങൾക്ക് വെക്കാം, ഹാളിൽ വെക്കാം. തെക്ക് ഭാഗത്ത്, തെക്കേ ഭാഗത്തെ വാളിൽ എന്ന് വെച്ചാൽ ഭിത്തിയിൽ വെക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂം അല്ലേ, അവിടെയും വയ്ക്കാം കേട്ടോ. പഠിക്കുന്ന സ്ഥലത്തൊന്നും ഇത് വയ്ക്കരുത്. നമ്മൾ ഈ പഠിക്കുന്ന ടേബിളൊക്കെ ഇല്ലേ, അവിടെ ഒന്നും കൊണ്ടുവന്ന്, സ്റ്റഡി ടേബിൾ അല്ലേ, അവിടെ ഒന്നും കൊണ്ട് വയ്ക്കരുത്. ഡൈനിങ് ഹാളിൽ വയ്ക്കരുത്. അടുക്കള കിച്ചണിൽ വയ്ക്കരുത്. ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഡെക്കറേഷൻ അത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. കിടപ്പുമുറിയിലൊക്കെ വയ്ക്കാം കേട്ടോ. അത് പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം ഇതിനകത്തില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷിയുടെ തൂവൽ കാണാൻ ഒരു ഭംഗി, അത്രയും മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷെ വരുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും നല്ലത് തന്നെ അല്ല എന്ന് ഇതിനാൽ ബോധ്യപ്പെടുത്തുന്നു. മയിലുകൾ കാടിറങ്ങാൻ പാടില്ല, നാശത്തിന്റെ സൂചന തന്നെയാണ്. അതിന് കാരണവും മനുഷ്യൻ തന്നെ ആണ്. ഇനി മയിലുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു വരുന്നെങ്കിൽ അത് കാണിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കുറുക്കന്മാരുടെ എണ്ണം കുറഞ്ഞു എന്നും കൂടെ ഉണ്ട്. കാരണം മയിലിനെ കുറുക്കൻ പിടിക്കാറുണ്ട്. കുറുക്കന്റെ എണ്ണം കുറയുമ്പോൾ മയിലിന്റെ എണ്ണം വർദ്ധിക്കും. കുറുക്കന് വംശനാശം വന്നാൽ മയിലിന്റെ വംശവർദ്ധനവ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ മയിൽ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ചെറിയ ചെറിയ ക്ഷുദ്രജീവികൾ, പാമ്പുകൾ പോലെയുള്ള ഐറ്റംസ് ഒക്കെ വീടിന്റെ പറമ്പിൽ നിന്നും ഇല്ലാതെയാകും. അതങ്ങ് പിടിച്ചോണ്ട് പൊക്കോളൂ. അതായത് നമ്മുടെ കീരിയടാണത് എന്ന് വെച്ചാൽ വലിയ ടീംസിനെ ഒന്നും എടുത്തുകൊണ്ട് പോകത്തില്ല. കൊച്ചു കൊച്ചു ടീമുകളൊക്കെ പൊക്കിക്കൊണ്ടു പോകാനുള്ള കഴിവൊക്കെ ഇവർക്ക് ഉണ്ട്. ചിലർ പറയാറുണ്ട് പീലി ഇല്ലാത്ത മയിൽ വന്നാൽ ദോഷം, പീലി ഉള്ള മയിൽ വന്നാൽ നന്മയെന്ന്. അതിന്റെ ഭംഗി കണ്ടിട്ടാണ്. പീലി ഉണ്ടെങ്കിലും പീലി ഇല്ലേലും മയില് തന്നെയാണ് അല്ലേ? നമ്മൾ പറയാറില്ലേ ഒരു സിനിമയ്ക്കകത്ത് എന്താണ്, ദ ലയൺ ഈസ് ഓൾവേസ് ലയൺ. അപ്പൊ ഇങ്ങനെ പറയാറില്ലേ? അത്രേ ഉള്ളൂ. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മയിലിന്റെ വിശേഷമാണ്. മയിലിന്റെ കഥ ഞാൻ പറഞ്ഞു, പുരാണം പറഞ്ഞു, അതിന്റെ ശാസ്ത്രീയപരമായിട്ടുള്ള വശം പറഞ്ഞു. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളുടെ വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ട്. നല്ല കമന്റുകൾക്ക് മാത്രമാണ് ഞാൻ മറുപടി നൽകുന്നത്. ചിലത് മോശം കമന്റൊക്കെ വരാറുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോ. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ വിവരമാണ് എന്ന് പറയും. നമ്മുടെ അഭിമാനം, വിവരം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ക്വാളിറ്റി എന്നൊക്കെ പറയത്തില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ നല്ല കമന്റ് ഇടണോ മോശം കമന്റ് ഇടണോ, അല്ലെങ്കിൽ മോശം വാക്കുകൾ, മോശം കമന്റ് എന്ന് ഞാൻ പറയത്തില്ല, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിനകത്തെ കുറിച്ചേ പറയുന്നുള്ളൂ. എല്ലാവർക്കും അറിയാം അല്ലേ? മോശം വാക്ക് അറിയാത്ത, അല്ലെ തെറി അറിയാത്ത, ചീത്ത വാക്കുകൾ അറിയാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും അറിയാം. എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റൂല. ഈ സഭ്യമായ ഭാഷ ഉപയോഗിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ജ്യേഷ്ഠ ഭഗവതിയുടെ ഭാഷ എനിക്കറിയാം. കൊടുങ്ങല്ലൂര് ആവണി ഭരണി എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല പോലെ അറിയാം. ഞാൻ നേരിട്ട് കേട്ടിട്ട് പഠിച്ചിട്ടുള്ള സാധനമാണ്, തോപ്പിക്കാൻ പറ്റൂല. പക്ഷെ അത് എവിടെ പറയണം എന്നുള്ളതാണ് വിവേകം അല്ലേ? കുട്ടികൾ ഇത് കാണും, കുട്ടികൾ ഈ കമന്റ് കാണും. അപ്പൊ ഈ കുട്ടികൾ ഇത് അറിയുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കുട്ടികൾ ഇത് പഠിച്ചിരിക്കണം. പക്ഷെ അത് എവിടെ പറയണം, ആരോട് പറയണം എന്ന് തീരുമാനിക്കേണ്ടത് ആ കുട്ടിയാണ്. അതിനെയാണ് നമ്മൾ വിവേകം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്ന സാധനം അതാണ് അല്ലെ? ഇതെല്ലാം പഠിച്ചിരിക്കണം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇത് തെറിയാണെന്ന് അറിയില്ല, ഇവിടെ 4 പേരിരിക്കുന്ന മുമ്പിൽ കയറി പറഞ്ഞാൽ എന്ത് ചെയ്യും? ആരോട് എപ്പോൾ എങ്ങനെ എന്നുള്ള വിവേകം അതുണ്ടാവണം
അല്ലേ? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചാനലിനകത്ത് നമ്മൾ ഇതിനകത്ത് പറയുന്നത് രാഷ്ട്രീയമല്ല, അല്ലേ? വ്യക്തിപരമായ മറ്റു കാര്യങ്ങളല്ല പറയുന്നത് എന്നുള്ള ഒരു ബോധം കമൻ്റ് ഇടുമ്പോൾ നമുക്കുണ്ടാവണം. ഞാൻ പറയില്ല നിങ്ങൾ നല്ലതേ ഇടാവൂ എന്ന് ഞാൻ ഒരു കാരണവശാലും പറയില്ല. പഠിച്ചതേ നമുക്ക് പാടാൻ പറ്റും, അതൊരു തെറ്റല്ല. എന്നാൽ എനിക്കിപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും, അതൊരു തെറ്റല്ല. പക്ഷേ ഒന്നുമില്ല, ഇട്ടോ, അത്ര തന്നെ. ഇഷ്ടമാണോ എന്തുവാ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു. ഞാൻ ഒരു കാരണവശാലും അതിനെ പ്രതികരിക്കത്തില്ല. നല്ല കമൻറ്റുകൾക്ക് മാത്രമേ പ്രതികരിക്കത്തുള്ളൂ കേട്ടോ. നല്ല കമൻ്റ് ആണെങ്കിൽ ഇഷ്ടപ്പെടും. പിന്നെ ഒരുപാട് നല്ലത് പറഞ്ഞാൽ സന്തോഷവും വരത്തില്ല, അതുകൊണ്ട് തന്നെ മോശം പറഞ്ഞാൽ ദുഃഖവും വരത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആർക്കും വിഷമമായില്ല എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ മയിൽ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ധാന്യങ്ങൾ കൊടുക്കുക, ഒരു പ്രിക്കോഷൻ എടുക്കുക. മനസ്സിലായി? ചിലർ പറയും മുരുക അമ്പലത്തിലൊക്കെ പോയി എന്തെങ്കിലും വഴിപാടൊക്കെ ചെയ്യാം. ഒന്നും വേണ്ടടാ, അങ്ങനെ കൂടെ പൈസ ഒന്നും കളയാൻ നിൽക്കണ്ട. അതിനെന്തെങ്കിലും കൊടുക്കുക, വരുന്നതിന് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. വേണേ കഴിക്കട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മൾ എന്താ ഒന്ന് സൂക്ഷിച്ചേക്കുക. എന്തോ ഒരു ലോസ് വരാൻ പോകുന്നു, അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകും, അത്രയേ ഉള്ളൂ. അല്ല വേറൊന്നുമല്ല കേട്ടോ. സ്റ്റാറ്റസ് ഒക്കെ ഇട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ നമസ്കാരം.